വരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ രൂക്ഷമായ ആക്രമണം തുടരുകയാണ്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഭാഗികമായി അടച്ച വ്യോമപാത UAE തുറന്നു. അബുദാബിയിലെ ഷാഹ് എണ്ണപ്പാടത്ത് തീപിടുത്തമുണ്ടായി. രാജ്യത്ത് ഓൺലൈൻ പഠനം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഖത്തർ, സൗദി, കുവൈറ്റ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലെ ഇറാന്റെ ആക്രമണം ഞെട്ടിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം നാറ്റോ, യൂറോപ്യൻ രാജ്യങ്ങൾ തള്ളി. ഫൈസൽ ഹംസയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ ഹംസ, വെരി ഗുഡ് മോർണിംഗ്. ഫൈസൽ ഹംസ, വാർ ഡെസ്കിൽ നിന്ന് ഇന്നും നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത് ഗൾഫിൽ ഇറാന്റെ ആക്രമണം തുടരുന്നു എന്ന വാർത്തയാണ്. ഒപ്പം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കണമെന്നുള്ള ട്രംപിന്റെ അഭ്യർത്ഥനയെ യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ തള്ളിയിരിക്കുന്നു. നാറ്റോ നേരത്തെ തള്ളിയതാണ്. അത്തരം സൈനിക നീക്കത്തിന് നാറ്റോയോ യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങളോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ട്രംപിന് വലിയ തിരിച്ചടിയല്ലേ? ഇറാന്റെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കുറച്ചുകൂടി ഇത് മുന്നോട്ട് നീളുമോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. രണ്ട് വിഷയങ്ങളാണ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികളായ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. ഒന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ വലിയ ആക്രമണമാണ്, അത് തുടരുക തന്നെയാണ്. മറ്റൊന്ന് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയാണ്, ലോകത്തെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതും പതിവ് പോലെ തുടരുകയാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. ഇന്നലെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയുമായി UAEക്കെതിരെയും അതോടൊപ്പം സൗദി, ഖത്തർ രാജ്യങ്ങൾക്കെതിരെയുമെല്ലാം ഇറാൻ നടത്തിയത് എന്നുള്ളതാണ്. UAEയിൽ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതായി UAE തന്നെ അറിയിക്കുന്നുണ്ട്. തീ അണച്ചതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാന്റെ UAEയുടെ വ്യോമപാത തൽക്കാലത്തേക്ക് അടയ്ക്കുകയും ചെയ്തിരുന്നു. അത് തുറന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്ത് മാർച്ച് 22-ന് ശേഷവും 2 ആഴ്ചത്തേക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം, പഠനം ഓൺലൈനിൽ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി നീങ്ങുന്നത് വരെ ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാനാണ് അവരുടെ നീക്കമെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിട്ടതായി, പ്രതിരോധിച്ചതായി ഗൾഫ് രാജ്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊന്ന് ഹോർമൂസ് കടലിടുക്കാണ്. ഏതെങ്കിലും തരത്തിൽ ഏത് മാർഗം ഉപയോഗിച്ചും ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം. അതിന് ആദ്യം അദ്ദേഹം സൗഹൃദ രാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് ചൈനയെ വരെ സൗഹൃദ രാജ്യമാക്കി കൂട്ടിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിച്ചു. അതിനുശേഷം നാറ്റോ അടക്കമുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടു, അവിടെ സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ഒരു രാജ്യങ്ങളും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. ഇറ്റലി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. ഈ പ്രശ്നം കൂടുതൽ എസ്കലേറ്റ് ചെയ്യാൻ ഞങ്ങളില്ല എന്ന്. ഗ്രീസും ജർമ്മനിയും യുദ്ധത്തിലേക്ക് ഇടപെടില്ല, അല്ലെങ്കിൽ അവിടേക്ക് സൈന്യത്തെ അയക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. അതായത് ട്രംപിന്റെ നീക്കങ്ങൾ പാളുകയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ട്രംപിനോട് ചോദിക്കുന്നു ഇത്തരത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്നും എല്ലാം വിലയിരുത്തിയിരുന്നില്ല എന്നുള്ളത്. അതിനെക്കുറിച്ച് ട്രംപ് പറയുന്നത് അത് ശരിക്കും അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരായ ഇറാന്റെ ആക്രമണം അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. അതായത് എങ്ങനെയായിരിക്കും ഇറാൻ പ്രത്യാക്രമണം നടത്തുക, പ്രതികരിക്കുക എന്നുള്ളതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു